എന്നാലും അവർ കരയും. അത്രയ്ക്കുള്ള മനസ്സാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അല്ല പറഞ്ഞല്ലോ, കരഞ്ഞുകൊണ്ട് എൻ്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും അവനിക്ക് ഞാൻ ഉത്തരം കൊടുക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഒരു ഖുദ്സിയായ ഹദീസിൽ കൂടി പറഞ്ഞു. എന്നാൽ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും മുസ്ലിം? വേണ്ട വേണ്ട. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയുന്നത്, നിന്റെ എന്തൊരു പ്രയാസം വരട്ടെ, ഏതൊരു സന്തോഷം വരട്ടെ, നല്ലൊരു സന്തോഷകരമായ കാര്യം വന്നാ നിന്റെ ഭാര്യയോട് നീ ചെന്നുകൊണ്ട് പറയടാ, അതവൾക്കൊരു സന്തോഷമാകട്ടെ. നമുക്ക് സന്തോഷം ഉണ്ടായാലും നമ്മുടെ ഭാര്യ ഇങ്ങനൊരു കാര്യം ഉണ്ടായി, ഒരു 10 രൂപ ഇന്നണക്കിന് കിട്ടിയിട്ടുണ്ട്, ഒരു 10,000 നിന്ന് കിട്ടിയ അൽഹംദുലില്ലാ, അപ്പൊ ഭാര്യയ്ക്ക് ഒരു സന്തോഷം അൽഹംദുലില്ലാ. അപ്പൊ എത്ര അൽഹംദുലില്ലയായി. ഇതൊക്കെ ഇങ്ങനെ കൂടുമ്പോ, കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാവുക, ഇതിനാണ് കുടുംബം എന്ന് പറയല്. ഇമ്പമുണ്ടാകണം, അല്ലാതെ അടിയും പിടിയും വഴക്കുമായിട്ട് പോയാൽ ഒരിക്കലും നമുക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതേ സമയം നമ്മുടെ ഭാര്യമാരോട് പറയുന്നതിനേക്കാൾ ഇന്നത്തെ സ്വഭാവം എന്താ? അപ്പുറത്തുള്ളവരോട് തഥ സുഖല്ലേ? അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഈ വിഭവം കണ്ടിട്ട് എന്താ ഇന്ന് ഒരു കടന്തല കുത്തിയ ലക്ഷണം കാണണ്ടല്ലോ അല്ലേ? എന്നാലോ നമ്മുടെ ഭാര്യമാരുടെ മുഖം വല്ലാതിരുന്നാൽ, അല്ലെങ്കിൽ അവരെവിടെങ്കിലും പോയെന്നിരുന്നാൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കാനോ അവരുടെ എല്ലാ പ്രയാസങ്ങളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാനോ ഇന്നിപ്പോ നമ്മൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകുന്നവനാണ് അള്ളാഹുവിന്റെ കോടതിയിൽ വിജയിക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് എപ്പോഴും അവരുടെ കാര്യത്തിലേക്ക് നല്ലൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. നമ്മുടെ ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ നമ്മൾ ആദരിക്കണം. കൊള്ളാം, നമ്മുടെ പള്ളിയിലെ ഉസ്താദ് നമ്മൾ ബഹുമാനിക്കുന്നില്ല, പിന്നെ നമ്മുടെ ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കും അല്ലേ? എന്താ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? ഭർത്താവ് അവന്റെ ഭാര്യ അവൻ ബഹുമാനിച്ചു കൊള്ളട്ടെ, അവൻ മാനിച്ചു കൊള്ളട്ടെ. കാരണം എന്തെന്നറിയോ? അവൾ നിന്റെ വീട്ടിന്റെ കൂട്ടുകാരിയാൻ അല്ലെ? നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോ പരസ്പരം ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്. അതാണ് വഹിയ ശരീകത്തു ബൈത്തിഹി. അവൾ നിന്റെ വീട്ടിന്റെ കൂട്ടുകാരിയാ. തീർന്നിട്ടില്ല. നിന്റെ മക്കളുടെ ഉമ്മയാണ് പ്രിയമുള്ളവര്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കറിയാമല്ലോ, ഞാനും നിങ്ങളുമാകുന്ന മക്കള് പ്രിയപ്പെട്ട ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ തൊട്ടത്തിൽ കിടക്കുമ്പോ പ്രയാസത്തിന്റെ പേര് പ്രയാസമാ, ദുഃഖത്തിന്റെ പേര് ദുഃഖമാ. ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ തട്ടിന് മക്കൾ ഇങ്ങനെ വളർന്നു വരുമ്പോ ഉമ്മ കഴിക്കുന്ന ആഹാരത്തിന് യാതൊരു രുചിയുമില്ല. അവര് കഴിക്കുന്ന എല്ലാം വളരെ പെട്ടെന്ന് വെളിയിലേക്ക് പോവുകയാണ്, തീർന്നിട്ടില്ല. അങ്ങനെ അതാ 9 മാസക്കാലം 10 മാസക്കാലം ഗർഭം ചുമന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ പ്രയാസവും വേദനയും കഷ്ടപ്പാടുമെല്ലാം അനുഭവിച്ചുകൊണ്ട് അതാ മക്കളെ കൊണ്ട് നടക്കുന്നുവല്ലോ. ഏത് പാതിരാ സമയത്ത് പിന്നാലെ മക്കളും ഉണർന്നിരുന്നാലും ആ മക്കളോട് തന്നെ വാരിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും ഒരുക്കുന്ന ചുംബനങ്ങൾ നൽകാനും പ്രിയപ്പെട്ട ഉമ്മമാർ ഒരുക്കമാണല്ലോ. എന്നാ അതെല്ലാം സഹിക്കുന്നത്, വേദനയും ബുദ്ധിമുട്ടുമെല്ലാം സഹിക്കുന്നത്, ഒരുപാട് ഉറക്കം മൊഴിയുന്നത് ആരെന്നറിയോ? ആ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ. അവൾ നിന്റെ മക്കളുടെ ഉമ്മയാണ്. അതുകൊണ്ട് അവളെ നീ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് മദീനത്തെ പൊന്നോമന മലരേ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് പഠിപ്പിക്കുന്നത്. തീർന്നിട്ടില്ല. നിന്റെ രഹസ്യങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കാൻ
ഏറ്റവും ഉത്തമയായിട്ടുള്ളത് ആ നിന്റെ ഭാര്യ. അതേ സമയത്ത് നിന്റെ എല്ലാ രഹസ്യങ്ങളും നിന്റെ കൂട്ടുകാരോട് പറഞ്ഞ അതവരുടെ മനസ്സിലിരിക്കില്ല. അവന്റെ കൂട്ടുകാരോട് പറയുന്നു, അവന്റെ കൂട്ടുകാരോട് പറയുന്നു. ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കൈമാറിക്കൊണ്ട് പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അവൾ നിന്റെ എല്ലാ രഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവളാണ്. അതുകൊണ്ട് അവളെ നീ ബഹുമാനിക്കട്ടെ, അവളെ നീ ആദരിക്കട്ടെ. മാനിനല്ലാതെ അവന്റെ ഭാര്യ മാനിക്കൂല എന്ന് ലോകത്തിന്റെ മുത്ത് മദീനത്തെ വെള്ളരിപ്രാവ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കണം, നമ്മുടെ ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ നമ്മൾ ആദരിക്കണം. അവർക്ക് വേണ്ടി എന്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുക്കണമെന്ന് ആര് പഠിപ്പിക്കുന്നു? ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒന്ന് അസുഖം വന്നാൽ ഭർത്താവിനോട് വന്നുകൊണ്ട് പറയും ഇക്കാനിക്ക് സുഖമില്ല എന്ന് പറയുമ്പോ എന്റെ ഇപ്പൊ ഒരു പൈസ ഇല്ല അതുകൊണ്ട് നീ ഇപ്പൊ ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞ് ഒഴിയലല്ല. ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ആ സമയത്ത് കീശയിൽ കാശില്ല എങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ എൻ്റെ ഒന്നുമില്ല, കുറച്ച് കഴിയട്ടെ, ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. നല്ല വാക്ക് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് അത് അവരുടെ മനസ്സിനൊരു സമാധാനമാണ്, സന്തോഷമാണ്. അതേസമയത്ത് എൻ്റെ ഒന്നുമില്ല നീ നിന്റെ കാര്യം നോക്കെന്ന് പറഞ്ഞാൽ അത് അവരുടെ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ്, അതൊരു വല്ലാത്തൊരു ദുഃഖമാണ്. അതുകൊണ്ട് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭാര്യമാരോട് നല്ല രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയട്ടെ. ഖാലൻ നബിയ്യു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാറുക്കും ഖിയാറുൽ അഹ്ലി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഭാര്യമാരോട്, അവന്റെ കുടുംബത്തോട്, അവന്റെ മക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല ഭർത്താവെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഭാര്യമാർക്ക് വയ്യാതായാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മൾ ചെന്നുകൊണ്ട് പങ്കുചേരണം. എന്നാൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ളൊരു ഭർത്താവിന്റെ കടമ അവിടെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റൂ. അല്ലാതെ എനിക്കൊരു വേദനയില്ല, എൻ്റെ ശരീരത്തിന് എനിക്കൊരു വേദനയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു പോകരുത്. അത് എൻ്റെ വേദനയാണെന്ന് കരുതിയാൽ ഒരിക്കലും ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉപ്പമാര്, അത് എന്റെ വേദനയാണെന്ന് കരുതിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വേദനയിൽ ഞാനും നിങ്ങളും പങ്കുചേരുന്നതെങ്കിൽ അതിൽ നമുക്ക് സുന്ദരമാക്കപ്പെട്ട വിജയത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് ലോകത്തിന്റെ നേതാവ് പരിശുദ്ധ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വേദന അവരുടെ വേദന, അവരുടെ വേദനയാണ് നമ്മുടെയും വേദന. ഇങ്ങനെ ഒരു നല്ലൊരു പൊരുത്തം മനുഷ്യരുണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. ഇല്ല എങ്കിൽ എവിടെ അടിയും പിടിയും വഴക്കുമായിട്ട് ഓരോ ദിവസം ഒരുപാട് അതിൻ്റെ സദസ്സുകളിൽ കത്ത് കിട്ടിയ എന്താ അവസ്ഥ? എൻ്റെ ഭർത്താവ് മൂക്കറ്റം മദ്യപിച്ചു കൊണ്ടുവന്ന് കുടിച്ചിട്ട് വന്നിട്ട് എന്നെ എടുത്ത് ആവശ്യമില്ലാതെ ഇരിക്കുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് നല്ലതുപോലെ ഉറങ്ങാൻ ഉള്ളൊരവസരം കൊടുക്കുന്നില്ല, പാതിരാ സമയത്ത് കൂട്ടുകാരും ഒത്തുകൊണ്ട് കല്ല് കുടിച്ചുകൊണ്ട് വെള്ളമടിച്ചുകൊണ്ട് 1 മണി എന്നല്ല 2 മണി എന്നല്ല വീട്ടിന്റെ വാരാന്തപ്പടിയിൽ വന്നുകൊണ്ട് വാതിലിൽ വിട്ടുമ്പോ നേരം വെളുത്ത് ആഹാരം വെച്ചിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ നിന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഉറക്കമിഴന്നിട്ട് ഭർത്താവെന്ന് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭർത്താവെന്ന് കടന്നു വരുന്നത് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമൊത്ത് ഒരുപാട് ആഹാരങ്ങൾ വേവിച്ച് കഴിച്ചിട്ട് മൂക്കറ്റം മത്തിവെച്ചു കൊണ്ടുവന്നിട്ട് ഭാര്യയോട് പറയും, അല്ലെങ്കിൽ മക്കളോട് പറയും, എനിക്ക് ആഹാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വേണ്ട എന്നൊരു ചോദ്യം അവർ ചോദിച്ചാൽ ആ ഭാര്യയെ പിടിച്ച് ആവശ്യമില്ലാതെ ഇടിച്ച് ഇഞ്ചിഞ്ചാക്കുന്ന ഒരു പ്രവണത ഇന്നത്തെ ദുനിയാവിന്റെ ഈ കോലായിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ എന്റെ ബഹുമാനപ്പെട്ട ഉപ്പമാരോട് ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ അവിടെ വെച്ചുകൊണ്ട് നമ്മളെ പിടിച്ചു നിർത്തുമ്പോ അള്ളാഹുവേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്